UCET 2026 എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഡിസൈനിങ് താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻട്രൻസ് എക്സാമാണ് UCET എക്സാം. ജോബി സാർ, എന്തൊക്കെയാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകതകൾ? UCET എക്സാം നമുക്ക് ഒരു ലെവലേ ഉള്ളൂ. ഓക്കെ. അതേസമയം നമുക്ക് ഇതിന് മുമ്പ് വന്ന NIDയിലെ ഡാറ്റ ആണെങ്കിൽ അതിന് പ്രിലിംസും ഉണ്ട്, മെയിൻസും. ഇതൊരു പരീക്ഷയേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിന് പക്ഷേ ഇതിന് ആപ്ലിക്കേഷൻ അധികം ഡേറ്റ് ഇല്ല. ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. പരീക്ഷ ജനുവരി 18 നടക്കും. നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് സെൻറ്ററുണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിലുണ്ടാവും, പിന്നെ കോഴിക്കോട്, കൊച്ചിയോ അല്ലെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂർ, ഇത്രയും സെൻറ്ററുകളാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഇത്ര സെൻറ്ററുകളുണ്ടാവും. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമുക്കറിയാം, പേര് തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ ഇൻ IITs. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാവുന്നത്. IITs എന്ന് പറയുമ്പോൾ അവിടെ 6 IITയും IIIT ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് IIIT DM ജബൽപൂറുമാണ് വരുന്നത്. IITs ഇപ്പോൾ വരുന്ന 6 IITs നമ്മൾ പറയുമ്പോൾ IIT ബോംബെ ഉണ്ട്, നമുക്ക് ടയർ 1 2 IITs വരുന്നുണ്ട്. IIT ബോംബെയും ഉണ്ട്, IIT ഡൽഹിയുണ്ട്, ഏറ്റവും ടോപ്പ് കാറ്റഗറി, ഏറ്റവും ടോപ്പ്. പിന്നെ ടയർ 2 IITകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഹൈദരാബാദുണ്ട്, അതുപോലെ തന്നെ ഗുവാഹട്ടി ഉണ്ട്, റൂർക്കിയുണ്ട്, 3 IIT. ദെൻ അതിന് തൊട്ട് താഴെ IIT ഇൻഡോറും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 6 IITs ആകെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. IIIT ജബൽപൂരിൽ അതാണ് ഒരു IIIT ആയിട്ട് നമുക്ക് പറയാവുന്നത്. ആകെ നമുക്കൊരു 245 സീറ്റുകളേ ഉള്ളൂ. 245 സീറ്റുകളേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് 66 സീറ്റ് വരുന്നത് നമ്മുടെ ജബൽപൂർ IIIT DMലാണ്. പിന്നെ ഗുവാഹട്ടിയിൽ ഒരു 56 സീറ്റ് വരും. പിന്നെ ഏറ്റവും കൂടുതൽ പറയാവുന്നത് ബോംബെയിലാണ്. ബോംബെയിലൊരു 37, ഹൈദരാബാദ് 30, പിന്നെ ബാക്കിയല്ലാതെ ഈ പുതുതായിട്ട് വന്നതിനൊക്കെ അതിൽ കുറവാണ്, 20-16 വരുന്നത്. അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IIT ഗുവാഹട്ടിയിലും IIT റൂർക്കിയിലും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യേണ്ട കുട്ടികൾ +2 നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 വിഷയങ്ങൾ പഠിച്ചിരിക്കണം. അതേസമയം IIIT DMലാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും കമ്പൽസറി ഉള്ളൂ, പിന്നെ പഠിക്കുന്ന ബയോളജിയോ മാത്സോ ആകാം. അതേസമയം ബാക്കിയുള്ള 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് IIT ബോംബെ ഉണ്ട്, IIT ഡൽഹി ഉണ്ട്, IIT ഹൈദരാബാദുണ്ട്, ഇൻഡോറുണ്ട്, ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം, യൂസ് ചെയ്ത് എഴുതാം. സർ, ശരിക്കും ഒരേ എൻട്രൻസ് എക്സാമാണ്. അപ്പോൾ ശരിക്കും ഇവരൊരു പഠിക്കുന്ന സിലബസിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ളൊരു സാഹചര്യം? IIT ഗുവാഹട്ടിയൊക്കെ ചെയ്യുന്നത് അവരുടെ ഫസ്റ്റ് ഇയർ, ഇത് BDS പ്രോഗ്രാം, കുറേ 4 ഇയർ BDS പ്രോഗ്രാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ 4 ഇയർ BDSൽ ഗുവാഹട്ടിയിലൊക്കെ അവർ ചെയ്യുന്ന ഫസ്റ്റ് ഇയറിൽ എൻജിനീയറിങ്ങിൻ്റെ പേപ്പേഴ്സ്, അതായത് JEE അഡ്വാൻസ്ഡ് വഴി BTechന് ഗുവാഹട്ടിയിൽ വരുന്ന ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് പഠിക്കുന്ന രീതിയിൽ ഫസ്റ്റ് ഇയർ പോർഷൻസ് എല്ലാം അവർ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാത്സ് നല്ല രീതിയിൽ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ റൂർക്കിലുമാണ് ഇത് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ IIITയിൽ വരുമ്പോൾ മാത്സോ ബയോളജിയോ ആകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 പേപ്പറുകൾ ആയിട്ടാണ് പരീക്ഷ. ഒന്ന് കമ്പ്യൂട്ടറിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്, രണ്ടാമത്തേത് പേപ്പറിലാണ്, പേപ്പർ എക്സാം. ഈ കമ്പ്യൂട്ടർ എക്സാം 200 മാർക്കും പേപ്പർ എക്സാം 100 മാർക്കുമാണ് വരുന്നത്. ആകെ 3 മണിക്കൂർ, ടോട്ടൽ മാർക്ക് 300, രണ്ടും കൂടെ, Aയും Bയും കൂടെ. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ട് A എന്ന് പറയുമ്പം അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. അതായത് നമ്മൾ JEE മെയിൻ ഉണ്ടല്ലോ, നമ്പറുകൾ ആൻസറായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ടൈപ്പുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് നമുക്കൊരു 14 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 14 ക്വസ്റ്റ്യൻ. അത് JEE മെയിൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അവിടെയും അതിന് ഈ 14 എണ്ണത്തിനും നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. ഒരു ക്വസ്റ്റിന് ആൻസർ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്ക് കിട്ടുകയും ചെയ്യും. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നൊരു പ്രത്യേകത. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് അതൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 15 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ
സെലക്ഷൻ ടൈപ്പാണ്. ഓക്കെ. MSQ എന്ന് പറയാം, ഷോർട്ട് ഫോം, മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാർഷ്യൽ മാർക്കിംഗ് സിസ്റ്റം ഉണ്ട് അവിടെ. ഏകദേശം ജെ അഡ്വാൻസിൻ്റെ ജെ അഡ്വാൻസ് ചില വർഷങ്ങളിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പാർഷ്യൽ മാർക്കിംഗ് കൊണ്ട് മാക്സിമം കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ് ഓക്കെ മാക്സിമം. പക്ഷേ ക്വസ്റ്റ്യൻ റോങ് ആയാൽ നെഗറ്റീവ് മാർക്കുണ്ട്, -1 പോവുകയും ചെയ്യും. അപ്പോൾ അതേ സിസ്റ്റം ഇവിടെ വന്നിരിക്കുന്നത്, ആ ജെയിലുള്ള സിസ്റ്റം. പിന്നെ ഒരു 28 ക്വസ്റ്റ്യൻ കാണുന്നത് MCQ, നോർമൽ MCQ. അതിന് 3 മാർക്കേ ഉള്ളൂ. നെഗറ്റീവ് അതിൻ്റെ 1/4, അതായത് 0.75 വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മൊത്തം ഒരു 57 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 57 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 2 മണിക്കൂർ കിട്ടും. 200 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതേസമയം അടുത്ത പാർട്ട് B അല്ലെങ്കിൽ പേപ്പർ സെക്കൻഡ്, അടുത്ത പേപ്പർ എന്ന് പറയുന്നത് അത് 1 മണിക്കൂറിൻ്റെയാണ്. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 2 ഓക്കെ. ഒന്ന് സ്കെച്ചിങ് ആണ്, 50 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ, ഓക്കെ. ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് പേപ്പറിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വരയ്ക്കുക തന്നെ വേണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അതിന് 100 മാർക്ക്, 50 × 2 100. അപ്പോൾ ഇങ്ങനെ 300 മാർക്കാണ്. സാർ, ഇപ്പോൾ ഒരു ആകെയുള്ള 300 മാർക്ക്, അതിൽ 200 ഒബ്ജക്റ്റീവ് കാറ്റഗറിയിൽ വേണം നമുക്ക് പ്ലേസ് ചെയ്യാം. അതെ. അതായത് ഡ്രോയിങ്ങിന് വലിയധികം പ്രാധാന്യമുണ്ടോ, അതോ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഡ്രോയിങ്ങിന് ഇത്രയും മാർക്കില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അന്ന് വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ എക്സാം വെച്ച് കൂടുതൽ റാങ്കുകൾ നേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നേരത്തെ 60 മാർക്ക് എന്ന സിറ്റുവേഷനിൽ നിന്ന് 100 മാർക്കിലേക്ക് ഡ്രോയിങ്ങിൻ്റെ കുറച്ച് 2 വർഷങ്ങളായി ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അല്പം കൂടി ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്നിരുന്നാലും നമുക്കറിയാം പാർട്ട് എയിൽ ഈ പറയുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ കൂടുതൽ സ്കോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. MCQ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെർബൽ, നമ്മൾ ലാംഗ്വേജ് എബിലിറ്റി, വെർബൽ ഏരിയ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെർബൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ വിഷ്വലൈസേഷൻ ഉണ്ടാവും. നമ്മുടെ ഡിസൈനിങ് എബിലിറ്റി പരിശോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡിസൈനിങ്ങുമായിട്ട് ഉള്ള നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു മേഖലയായിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി ആയിട്ടുള്ള നമുക്കുള്ള താല്പര്യം, ഇതിനൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വിഷ്വലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് പരിശോധിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ പാർട്ട് എയിൽ വരുന്നുമുണ്ട്. അതേസമയം നമുക്കറിയാം ഇത് തന്നെ പോരാ, ഇതൊരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഡിസൈനിങ്ങിന് നമുക്കത് ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ അതിനെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡയമെൻഷൻസിൽ അതിനെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സാർ, അതുപോലെ തന്നെ അതായത് ഡിസൈനിങ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ NID വേണോ അതോ UCD വേണോ? ശരിക്കും ഏതാണ് ഇതിൽ മികച്ചത്? ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ് ശരിക്കും ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തിരഞ്ഞെടുക്കേണ്ടത്? 2 ഡിസൈനിങ് പ്രോഗ്രാമുകളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു പ്യുവർ ഡിസൈനിങ് എന്ന് നമുക്ക് പറയാവുന്നത് NID തന്നെയാണ്. ഒരു യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NID. നമുക്കറിയാം ഇത് UCD വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന IITs ആണ്. IITs ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ടെക് കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞ ഗുവാഹട്ടി പോലെയുള്ള IITകൾ ആദ്യത്തെ വർഷം BTechൻ്റെ പേപ്പേഴ്സ് തന്നെ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ടെക് കണ്ടൻറ്റ് കൂടുതലാണ്. ഇനി അത് പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കിയാലും നമ്മൾ ഈ പറയുന്ന UCD വഴി IITകളിൽ എത്തുന്ന പല കുട്ടികളും ടെക് കമ്പനികളിലേക്കാണ് പ്ലേസ്ഡാകുന്നത്. ഓക്കെ. അവരുടെ ഡിസൈനിങ് വിങ്ങിലേക്കായിരിക്കും എന്ന് മാത്രം. അതേസമയം NIDയിൽ മെയിനായിട്ടും വരുന്നത് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളെ അന്വേഷിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, NIDയിലാണ് ഇതിൻ്റെ ഒരുപാട് സബ്സെറ്റുകൾ കൂടുതലുള്ളത് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഏറ്റവും നമ്പർ 1 UCD നമ്പർ 1 എന്ന് പറയാവുന്നത് ബോംബെ IIT ആണ്. IITസിൽ നമുക്കറിയാമല്ലോ ബോംബെ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള അവിടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ഉണ്ട്, ഇൻട്രാക്ഷൻ ഡിസൈനിങ് ഉണ്ട്, അനിമേഷൻ ഉണ്ട്, അതുപോലെ മൊബിലിറ്റി ആൻഡ് വെഹിക്കിൾ ഡിസൈൻ, ഇതൊക്കെയാണ് അവിടെ ഉള്ള. അത് MDesന് ഉള്ള പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അവിടെ ഉള്ളപ്പോൾ പ്യൂർലി ഒരു എസ്തെറ്റിക് എൻവയോൺമെൻറ്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിസൈനിങ് ഒക്കെ അല്പം കൂടി ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് NIDയിലാണ്. അത് നമ്മുടെ ഇവരുടെ കുട്ടികളുടെ പാക്കേജിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ BDes
ബോംബെ IITയുടെ ഒരു പാക്കേജ് ആവറേജ് 15 to 20 അല്ലെങ്കിൽ 23 അവിടെയൊക്കെ വരെയൊക്കെ കാണുന്നുള്ളൂ, ഒരു ആവറേജ് പാക്കേജ്. ഇയർ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകുന്നു. പക്ഷേ അത് NIDയിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം ആ പാക്കേജിൽ. പ്ലേസ്മെന്റിലും NID ആണ് ബെറ്റർ വരുന്നത്. പിന്നെ NIDയിലുള്ള കുട്ടികൾ പലരും ഹയർ സ്റ്റഡീസിന് കൂടെ MDes അത് അബ്രോഡൊക്കെ കൂടുതൽ പോകുന്നതായിട്ട്. കാരണം NID ഒരു യൂണിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വേൾഡ് വൈഡ് വിത്തിൻ 30s 30 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 30-35 ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താൽ അതിനകത്ത് നമ്മുടെ NID വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ NID ആണ് ഡിസൈനിങ്ങിന് നമ്പർ 1. അത് കഴിഞ്ഞിട്ട് ഏത് IITയിൽ നമ്മുടെ BDS പ്രോഗ്രാം ഉള്ളൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. സാറേ, ഞാൻ 2 ചോദ്യങ്ങളൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് രണ്ടും ഒന്ന് ഇൻ്റർ കണക്ട് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഒന്നാമതായിട്ട് നമ്മൾ ഏകദേശം 245 സീറ്റുകൾ മാത്രമുള്ള UCയുടെ എക്സാമിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ UCയുടെ സ്കോർ അനുസരിച്ച് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പം UCയുടെ എക്സാം എഴുതുന്നതും ക്വാളിഫൈ ചെയ്യുന്നതും ഒരു ബെറ്റർ ഓപ്ഷൻ അല്ലേ? അതോടൊപ്പം തന്നെ ഒന്നുകൂടെ ചോദിക്കുന്നു, ഇപ്പോൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിസൈനിങ്ങിലേക്ക് വരുന്നുണ്ട്. ഇഷ്ടം പോലെ എല്ലാ യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ചും ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇഷ്ടം പോലെ ഡിസൈനിങ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഫീസാണെങ്കിലും ഒട്ടും കുറവല്ല, നല്ല ഹെവി ഫീസാണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ ശരിക്കും എന്ത് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ഡിസൈനിങ്ങിലേക്ക് വരേണ്ടത്? ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുത്തിരിക്കണം? സാർ പറഞ്ഞത് ഫീസിൻ്റെ കാര്യം, നമുക്ക് ഈ പറഞ്ഞ IITs തന്നെയാണ് ഏറ്റവും നോമിനൽ എന്ന് പറയത്തില്ല, 2 ലക്ഷത്തിന് മുകളിലാണ് ഇയർലി ഫീസ് എല്ലായിടത്തും വരുന്നത്. ചിലയിടത്ത് 3-ന് വരെ വരുന്നുണ്ട്. അതായത് ഒരു നോർമൽ നമ്മുടെ BTech പ്രോഗ്രാമിൻ്റെ ഫീസ് തന്നെയാണ് IITകളിൽ വരുന്നുള്ളൂ. പക്ഷേ നമ്മളത് ഡീംഡ് ടു ബിയിലേക്കോ പ്രൈവറ്റിലേക്കോ ഒക്കെ വരുമ്പോൾ ഫീസിൽ അതിനേക്കാളും വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഒരു പിക്ചർ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി, ഒരു ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതിനകത്ത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ ഉണ്ടാവണം. അതുപോലെ വിഷ്വലൈസേഷൻ, ക്രിയേറ്റിവിറ്റി, പിന്നെ നമുക്ക് ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റുകൾ അതിനെക്കുറിച്ചൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കണം. വെർബൽ, പിന്നെ ഈ ഒരു ഡിസൈനിങ് മേഖലയെക്കുറിച്ച് നിലവിലുള്ള ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡിസൈനിങ് കൺസെപ്റ്റുകളെക്കുറിച്ചും ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. അത് നേരത്തെ വളരെ ഓറിയൻറ്റേഷനുള്ള കുട്ടിയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നമുക്ക് പറഞ്ഞല്ലോ, ഇത് ഇവിടെ സബ്ജക്റ്റ് അല്ല പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് വേണം കുട്ടികൾ ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നല്ല ഫീസ് സ്ട്രക്ചർ ഉണ്ടെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരെല്ലാം തന്നെ എടുക്കുന്നത് UCയുടെ സ്കോറുമാണ്. UCയുടെ സ്കോറാണ്. ഇപ്പോൾ ബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർ ഈ സ്കോറാണ് എടുക്കുന്നത്. സൃഷ്ടി നേരത്തെ പോലെയുള്ള നല്ലൊരു ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവർ ഇതാണ് എടുക്കുന്നത്. സിംബയോസിസ്, അതെ. ഇപ്പം നമ്മൾ സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ VIT, SRM ഉണ്ട്, മണിപ്പാൽ MIT വരുന്നുണ്ട്, അതുപോലെ നിർമ്മ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ്, അലയൻസ്, ഇങ്ങനെ ഇവരെല്ലാം തന്നെ UPS ആണെങ്കിലും ഇവർ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഡിസൈനിങ് പ്രോഗ്രാമിന് വേണ്ടി പരിഗണിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് UCയുടെ സ്കോറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 240-225 സീറ്റ് ഉള്ളെങ്കിൽ പോലും ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ളൊരു ആപ്റ്റിറ്റ്യൂഡും അത് പാഷനേറ്റായിട്ട്, അതായത് നമുക്ക് ഇതിലൊരു എല്ലാ കുട്ടികളും പ്ലേസിലാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും സ്മാർട്ടായിട്ടുള്ളവരാണ് ഇതിനകത്ത് പ്ലേസിലാകുന്നത്. അപ്പം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഞാൻ ഇതാണ് എന്ന് തിരിച്ചറിയുന്ന കുട്ടികൾ വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് വിചാരിച്ച് വരില്ല. അങ്ങനെയുള്ളവർക്ക് അവസരമുണ്ട്. അവർ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ BTechലേക്ക് പോവുക. BTechന് ശേഷം അവർക്ക് MDes ചെയ്യാം. MDes ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ മുതൽ പറഞ്ഞ IITകളിലൊക്കെ സീഡ് എന്ന് പറയുന്നൊരു എക്സാമുണ്ട്. അതെഴുതി അവർക്ക് MDesലേക്ക് വരും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ താല്പര്യമുണ്ടെങ്കിൽ BTechന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് MDesലേക്ക് വരാം, അബ്രോഡും പോയി പഠിക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി തന്നെ സംശയത്തോടു കൂടി എടുക്കുന്നതിനേക്കാളും അത് തന്നെ വലിയ ഫീസ് സ്ട്രക്ചറുമാണ് വരുന്നത് പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും. അപ്പോൾ അങ്ങനെയൊന്നും പോകേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
UCയുടെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ജോബി സാർ വളരെയധികം കൃത്യമായി നമ്മോട് പറഞ്ഞു തന്നു. സാർ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.